ടീം എല്ലാവർക്കും നമസ്കാരമുണ്ട്. ബുൾസൈ ഉണ്ടാക്കാൻ വേണ്ടി പോണേട്ടാ. സാധാരണ ബുൾസൈ ഒന്നും അല്ലട്ടെ, ഇത് പ്രത്യേകത ബുൾസൈയ. വൈകുന്നേരത്തെ പലഹാരമായിട്ട് എടുക്കുക. പിന്നെ വിരുന്നുകാരൊക്കെ വരാൻ നേരത്തെ അവർക്ക് ഇതുണ്ടാക്കി കൊടുത്ത് നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റും. ഇത് അമ്മച്ചിയാണ് എന്നെ പഠിപ്പിച്ചത്. അമ്മച്ചി ഇന്ന് റെസ്റ്റിലാണ് ഇവിടെ കസേര എടുത്തേക്കുന്നത്. ഞാൻ ഉണ്ടാക്കി ശരിയാവും അമ്മച്ചി ഇത്. അമ്മച്ചി പഠിപ്പിച്ചെന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കണതിന് മുമ്പ് തന്നെ ഇതിന് ചേർക്കേണ്ട കുറച്ച് മസാലകളുണ്ട്. 1-2 മസാല. കുരുമുളകുണ്ട്, ചെറിയ ജീരകം, ഉപ്പും കൂടി നമുക്കതൊന്ന് ഇടിച്ചെടുക്കാം. മിക്സിയിൽ അടിച്ചെടുക്കാട്ടാ. അധികം പൊടിഞ്ഞോർത്ത് ഈ ഒരു പാകത്തിന് ഇടണോട്ടാ. അപ്പൊ നമ്മുടെ ചട്ടി ചൂടാൻ ഇത്തിരി വെളിച്ചെണ്ണ വയ്ക്കാം. നോൺ സ്റ്റിക്കിന്റെ ചട്ടിയിലൊക്കെ വെക്കാട്ടോ. അമ്മ ചീനച്ചട്ടി പോലത്തെ വെക്കണത്. നോൺ സ്റ്റിക്കിന്റെ ഇവിടെ തെറ്റല്ല. കുറച്ച് വെളിച്ചെണ്ണ മതിയല്ല അമ്മച്ചി. ഒന്ന് ചൂടായി വരട്ടാ. വെളിച്ചെണ്ണ ചൂടായിട്ട് മുട്ട ഉണ്ണി പൊട്ടാതെ ഇടണം. ഭാഗ്യ പരീക്ഷണം ഉണ്ടാ. ഉണ്ണി പൊട്ടുമെന്നൊന്നും പറയാൻ പറ്റൂല. ഇപ്പൊ മുട്ടയിൽ അങ്ങനത്തെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മസാല ഇതാണ് കേട്ടാ. ഈ മസാല ഇങ്ങനെ തന്നെ ഇടണം. ഇതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. കണ്ട തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് വേവിക്കാൻ. ഉണ്ണി ചെറുതായിട്ട് ഒന്ന് പൊട്ടി. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ജീരകവും കുരുമുളകിൻ്റെയൊക്കെ നല്ല മണം. സാധാരണ മറിച്ചിടാറില്ല. എനിക്കും അമ്മച്ചിക്കൊക്കെ മറിച്ചിട്ടാണ് ഇഷ്ടം. അമ്മച്ചിക്കൊക്കെയാണ് ഇത് പൊട്ടാതെ എടുക്കാൻ പറ്റുള്ളൂ. ആഹാ, മറിച്ചിടാതെ തിന്നാട്ടോ. മറിച്ചിടാതെ തിന്നുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. പക്ഷെ എനിക്ക് ഇത്തിരി മറിച്ചിടണം. അപ്പൊ ആദ്യത്തെ നമ്മുടെ സെറ്റായിട്ടുണ്ട്. പയ്യെ ഇതിലേക്ക് വെക്കാം. ഇതണ്ട, ഇതാണ് സ്റ്റൈല്. ഇപ്പൊ 1 വെച്ച് ഉണ്ടാക്കിയത് 2 വെച്ചൊന്ന് ഉണ്ടാക്കി നോക്കാം. ഉണ്ണി പൊട്ടാതെ കിട്ടുമെന്ന് നോക്കാം. കിട്ടി. ഉണ്ണി പൊട്ടാതെ കിട്ടി. അടുത്തത് അതെ, അധികം ഹൈറ്റിൽ പിടിക്കരുത്. അതാണ് ഉണ്ണി പൊട്ടിയത്. ഉണ്ടാ കിട്ടി. ഉണ്ണി പൊട്ടാതെ കിട്ടി. അടുത്തത് നമുക്ക് നമ്മുടെ മസാല പൊടിച്ചെടുത്താൽ കുറച്ചിട്ടാൽ മതി. അമ്മച്ചി പറഞ്ഞാൽ കുറച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞാൽ. ഇതാണ് എൻ്റെ ടേസ്റ്റ് കേട്ടാ. ഉപ്പടക്കം ഇട്ടിട്ടുണ്ട് ഇതിൽ. മതി. ഇന്ന് വെന്തിട്ടുണ്ട്. ഇപ്പൊ ഉണ്ണി പൊട്ടാതെ തന്നെ ഇട്ട് നോക്കാം നമുക്ക്. ഉണ്ണി പൊട്ടാതെയാണ് ഇത് ശരിക്കും ഉണ്ടാക്കേണ്ടത്. വേണ്ട, ഇതിപ്പോൾ ഈ നൈസായിട്ട് ഇങ്ങനെ ഇടരുത്. ഇങ്ങനെ ഇട്ടാൽ ഉണ്ണി പൊട്ടിപ്പോവും. ചരിഞ്ഞു പോയി. അപ്പോൾ അടിപൊളി സാധനം റെഡിയാക്കിയിട്ടുണ്ട്. അമ്മച്ചി അങ്ങോട്ട് നോക്കിയേ, മണത്ത് നോക്കിയേ. അമ്മച്ചി ഉണ്ടാക്കണമല്ലോ വന്നിട്ടുണ്ടാ. ഇത് നോക്കിയേ, അങ്ങനെയുണ്ട്. അങ്ങനെയല്ല, കഴിക്കേണ്ടത് ഇങ്ങനെയാണ്. അടിപൊളി. ഇപ്പൊ നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കി നോക്കട്ടോ.